നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊല്ലം ജില്ല ഇന്ത്യയിലെ തന്നെ ആത്മഹത്യാ നിരക്ക് കൂടിയ പട്ടണങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. നമ്മുടെ ദേശീയ നിരക്ക് 12.4 ആണെങ്കിൽ കൊല്ലം ജില്ലയിലെ മാത്രം നിരക്ക് സൂചിപ്പിക്കുന്നത് 42.5 എന്നുള്ളതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ കാത്ലീൻ, അമൃത ഹോസ്പിറ്റലിൽ സൈക്യാട്രി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഇന്ന് സെപ്റ്റംബർ 10 ലോകമെമ്പാടും ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 2022 വർഷത്തെ ആത്മഹത്യാ നിരക്ക് ഓരോ ലക്ഷം ജനസംഖ്യയ്ക്കും 12.4 എന്നുള്ള ആത്മഹത്യാ നിരക്കാണ്. ഇതിൽ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊല്ലം ജില്ല ഇന്ത്യയിലെ തന്നെ ആത്മഹത്യാ നിരക്ക് കൂടിയ പട്ടണങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. നമ്മുടെ ദേശീയ നിരക്ക് 12.4 ആണെങ്കിൽ കൊല്ലം ജില്ലയിലെ മാത്രം നിരക്ക് സൂചിപ്പിക്കുന്നത് 42.5 എന്നുള്ളതാണ്. കേരളത്തിലെ നിരക്ക് നോക്കുകയാണെങ്കിലോ ഓരോ ലക്ഷം ജനസംഖ്യയ്ക്കും 28.5 എന്നുള്ള നിരക്കാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ കാണിക്കുന്നത് ആത്മഹത്യ എത്ര ഗൗരവമേറിയ ഒരു പൊതു ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തന്നെ കണക്കുകൾ പ്രകാരം 30% ആളുകളും കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒരു 18% ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം, അത് ശാരീരികാരോഗ്യ പ്രശ്നങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 6.8% ആളുകൾ മദ്യം, ലഹരി മരുന്നുകളോടുള്ള അടിമത്തം എന്നിവ കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇനി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാമൂഹ്യപരമായ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. വൈ പീപ്പിൾ ഡൈ ബൈ സൂയിസൈഡ് എന്ന തൻ്റെ പുസ്തകത്തിൽ തോമസ് ജോയ്നർ എന്ന ലോക പ്രശസ്ത ആത്മഹത്യയെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുള്ള ഗവേഷകൻ സൂചിപ്പിക്കുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, പെർസീവ്ഡ് ബേർഡൻസംനെസ്, അതായത് ബേർഡൻസംനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വലിയൊരു ഭാരമാണ് എന്നുള്ള ഒരു ചിന്താഗതി. രണ്ടാമത്തത് ത്വാട്ടഡ് ബിലോങ്ങിങ്നെസ്, അതായത് നമ്മൾ എവിടെയും ബിലോങ് ചെയ്യുന്നില്ല, സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല, സമൂഹവുമായി ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്. ഇനി ഇതിൽ ഈ കൊല്ലത്തെ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ സന്ദേശം വളരെ പ്രസക്തമാണ്. 2024 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിലേക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് ചേഞ്ചിങ് ദ നെറേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ളതാണ്. അതായത് ആത്മഹത്യയെപ്പറ്റിയും ആത്മഹത്യ പ്രതിരോധത്തെ പറ്റിയുമുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നിശബ്ദതയുടെയും അവഗണനയുടെയും ഒരു സമീപനത്തിൽ നിന്ന് മാറി തുറന്നു പറച്ചിലിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ഒരു സമീപനത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. ഇനി ഈ ഒരു പ്രമേയത്തെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ആത്മഹത്യ എന്നുള്ളത് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു വിപത്താണ്. സൂയിസൈഡ്സ് ആർ പ്രിവെൻറ്റബിൾ എന്നുള്ള സന്ദേശമാണ്. ആത്മഹത്യയെ പറ്റിയുള്ള ഒരു സംഭാഷണം ആരംഭിക്കൂ എന്നുള്ളതാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ ഈ കൊല്ലത്തെ ആക്ഷൻ പ്ലാൻ ആയി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സമൂഹം എന്ന നിലയിൽ ആത്മഹത്യയെപ്പറ്റി വ്യക്തികൾക്ക് തുറന്ന് ചർച്ച ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സഹായം തേടാനും പറ്റിയ ഒരു തുറന്ന സമീപനം നമ്മൾ സ്വീകരിക്കണം. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും എന്ത് ചെയ്യാം? ആദ്യത്തെ സ്റ്റെപ്പ്, ആസ്ക്. നമ്മുടെ ചുറ്റുമുള്ളവർ വിഷമിച്ചിരിക്കുകയും പല പ്രശ്നങ്ങൾ മൂലം അലട്ടപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അവരുമായിട്ടൊന്ന് ചോദിക്കുക, സംസാരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഷെയർ ചെയ്യുക എന്ന് പറയുക. രണ്ടാമത്തേത്, ബി ദെയർ, ലിസൺ. മറ്റുള്ളവർക്ക് നല്ല ഒരു കേൾവിക്കാരിയാവുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, അവർക്ക് ഒരു സഹായം എത്തിക്കുക. നമ്മൾക്ക് നമ്മുടെ പരിധിയിൽപ്പെട്ട ബുദ്ധിമുട്ടുകളല്ല, നമ്മൾക്ക് മാത്രമായി ഡീൽ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളല്ല എങ്കിൽ അവർക്ക് വിദഗ്ധമായ ഒരു വൈദ്യസഹായം എത്തിക്കുക. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. നാലാമത്തത്, സ്റ്റേ കണക്റ്റഡ്. നമ്മൾ അവർക്ക് വേണ്ട സഹായം അവരിലേക്ക് എത്തിച്ചേർത്ത് കൊടുത്തിരിക്കുന്നു, അതിനുശേഷവും അവരുമായിട്ട് ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്.
ഒരു വ്യക്തി എന്നുള്ള നിലയിലും നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഭാഗം എന്ന നിലയിലും നമുക്കെല്ലാവർക്കും നമ്മുടെ ചുറ്റുമുള്ളവരെ, അവരുടെ പ്രശ്നങ്ങളെ നമ്മളോട് ചേർത്ത് വയ്ക്കാം, ആത്മഹത്യാ പ്രതിരോധത്തിലേക്ക് പരിശ്രമിക്കാം. നന്ദി.